എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഞാൻ കൊളംബിയയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ബൊഗോട്ട എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. ഇവിടെ എനിക്ക് മുന്നിൽ കോഫി, ഇവിടെ എനിക്ക് മുന്നിൽ ബ്രെഡ്, മുട്ട. ഷെഫ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Buenos días. Buenos días. Right? Buenos días. അവൻ സ്പാനിഷ് പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. I am trying to make eggs Indian style. When I see you next time after a few days, I hope you will learn some Spanish. Lovely. Thank you so much for coming by. No, gracias bro. ധന്യവാദ്. Yeah. പുള്ളിക്കാരൻ മറാത്തിക്കാരനാണ് കേട്ടോ. അവൻ പാവം കേട്ടോ, നൈസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഭയങ്കര ഒരു ലവ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഇന്ന് എംബസികളാണ്. ഇന്ന് എനിക്ക് 3 എംബസി പോകണം. രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് എംബസിയിലോട്ട് ഓടട്ടെ. 3 എംബസി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ് ഫോർ വിസിറ്റിംഗ്. താങ്ക് കേട്ടോ. ഫ്ലൈറ്റ് ആക്ച്വലി ഞാനൊരു കാര്യം പറഞ്ഞില്ല. ഇന്ന് എനിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പോകുന്നത് ഏത് രാജ്യത്തെന്ന് പറയാം. അപ്പോൾ ആ ഫ്ലൈറ്റിന് ലഗേജ് കൂടുതൽ കൊണ്ടുപോകണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ്റെ ബാഗാണ് കേട്ടോ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ബ്രോ, താങ്ക്സ് ഫോർ ദ ബാഗ്. ഐ കം ബാക്ക് വിത്ത് ടു ദി ഓഡിയൻസ്. ഓക്കെ, ഗിവ് മീ സം. ഫെനൽ ഫ്രം ഇന്ത്യ. നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇടുന്ന ചവയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ മൗത്ത് ഫ്രഷ്നർ, ആ സാധനം. ഓക്കെ മാൻ, സി. ഓക്കെ, ഞാൻ ബൊഗോട്ടയിലെ നഗരവീഥികളിലൂടെ ഓടി നടക്കുവാണ്. ഇന്ന് എനിക്ക് വെനിസ്വേല എംബസിയിൽ പോകണം. അത് കഴിഞ്ഞ് എക്വഡോർ എംബസിയിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉറുഗ്വായിൽ എനിക്ക് വിസ കിട്ടും. കാരണം അതിൻ്റെ പ്രോസസ്സ് ഞാൻ ഓൾറെഡി എൽ സാൽവഡോറിനെ ചെയ്ത് വന്ന് ഇവിടെ നിന്ന് എനിക്ക് വിസ കളക്ട് ചെയ്യാം ഇന്ന്. ബട്ട് കൊളംബിയയുമായിട്ട് ബോർഡറുള്ള രാജ്യങ്ങൾ 4 രാജ്യമാണ്. ഒന്ന് വെനിസ്വേല, ഇപ്പുറത്ത് എക്വഡോർ, പിന്നെ ഇപ്പുറത്ത് പെറു. 4 അല്ല 5. പിന്നെ താഴെ ബ്രസീൽ, മുകളിൽ പനാമയും കൊളംബിയ ആയിട്ട് ഡാരിയൻ ജംഗിൾ. അപ്പോൾ അത് ഫ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. ബട്ട് ഞാൻ ബൈ ഓഷൻ കടൽ വഴി വന്നായിരുന്നു, അത് വേറെ കാര്യം. പെറുവിലോട്ട് പറ്റൂല, കാടാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റൂല. ബ്രസീലിലോട്ട് പറ്റൂല. പിന്നെ വെനിസ്വേലയിലോട്ട് പോകാൻ പറ്റും, പക്ഷേ വിസ ഇല്ല. എക്വഡോറിലോട്ട് പോകാൻ പറ്റും, പക്ഷേ വിസ ഇല്ല. ഞാൻ പെട്ടിരിക്കുക. ഇവിടെ ഉള്ള സ്ട്രീറ്റിലെ വീടുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു നഗരം കേട്ടോ, നമ്മുടെ ബൊഗോട്ട നഗരം. എനിക്ക് ഒരു പരിധിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നഗരം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ സെൻട്രൽ ഭാഗത്തുള്ള റോഡൊക്കെയാണ് കേട്ടോ. ഇവിടെ പല സ്ഥലത്തും സൈക്കിളുകളിലും ഇതുപോലുള്ള ചൈനീസ് സ്കൂട്ടറുകൾ കേട്ടോ. അതിനൊക്കെ പോകാനായിട്ട് റോഡിൻ്റെ നടുക്ക് പ്രത്യേകം വരികളുണ്ട്. ഈ ഒരു നാട്ടിൽ ധാരാളം എമിഗ്രൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ധാരാളം ഹോംലെസ് ആയിട്ടുള്ള വീടുകളില്ലാത്ത കുറേ ആളുകളെ കാണാനായിട്ട് സാധിക്കും പല സ്ട്രീറ്റുകളിൽ. പിന്നെ ഈ നഗരം എനിക്ക് ഇഷ്ടപ്പെടാൻ പ്രധാന കാരണം ഇതുപോലുള്ള ഗ്രാഫിറ്റികളാണ്. മനോഹരമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ എല്ലാ ചുമരുകളിലും കാണാം. എൻ്റെ അമ്മ, ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ. ഇവിടെ വെനിസ്വേലക്കാർ ഈ രാജ്യത്ത് ധാരാളം ഉണ്ട്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ കോൺസുലേറ്റിൽ വന്ന് നിൽക്കുന്ന ജനതയാണ്. ഇവിടെ എംബസിയുടെ മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ ഇതുപോലുള്ള വസ്ത്രങ്ങൾ, ഷോർട്സ്, ചപ്പൽ, ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ എംബസിയുടെ അകത്ത്. അത് കൊള്ളാമല്ലോ. അതിൽ വന്ന് 1 മണിക്കൂർ നിന്നത് വെറുതെ വേസ്റ്റ് കേട്ടോ. 1 മണിക്കൂറല്ല, 20 മിനിറ്റ് നിന്നു, വെറുതെ വേസ്റ്റായി. അവരെന്തോ സ്പാനിഷിൽ വന്നു. എനിക്ക് സമയമില്ല, എനിക്ക് നെക്സ്റ്റ് എംബസിയിൽ പോകണം. അതുകൊണ്ട് ഈ എംബസിയിൽ പോകാനായിട്ട് സമയം കിട്ടിയില്ല. ഇതൊക്കെയാണ് കേട്ടോ. ഇത്ര പാടുപെട്ട് വന്നിട്ട് അവർ വെനിസ്വേല പാസ്പോർട്ടിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് കേട്ടോ. ഇവിടുത്തെ ബസ് നോക്കിക്കേ, നല്ല നീളമുള്ള ഇതുപോലുള്ള പലതരത്തിലുള്ള ബസ് സംവിധാനങ്ങളുണ്ട് കേട്ടോ ഈ കാണുന്ന രാജ്യത്ത്. ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് കണ്ടോ, ഇതല്ല കേട്ടോ, ഇത് 2 ഇതേ ഉള്ളൂ. 3 ബെൽറ്റിലൊക്കെ ഓടുന്ന സാധനമുണ്ട് ബസ് ഇവിടെ പോകുന്നുണ്ടോ. ഇത് 2 ബെൽറ്റാണ് കേട്ടോ. 2 ബെൽറ്റ് 3 കമ്പാർട്ട്മെൻ്റ് ഉള്ള ബസ്. പോലീസ് കണ്ടില്ലേ, ഇവർ ഫുള്ള് സ്ട്രീറ്റിൽ കൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അവർക്കാരെയും, കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ ഫുള്ള് സേഫ്റ്റി ഇഷ്യൂസ് ധാരാളം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണോ പോലീസ് ഇങ്ങനെ നടക്കും. മാത്രമല്ല പോലീസ് ചില ആളുകളെയൊക്കെ വന്ന് ഉടനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് ചെക്ക് ചെയ്യിപ്പിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സിറ്റി സെൻറ്ററിൽ ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് പോലീസ് വന്ന് 2 ആളുകൾ ഇങ്ങനെ കൈപൊക്കി അവരുടെ ബാഗ് ചെക്ക് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ ബജാജിൻ്റെ ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ബൈക്കുകൾ ഇവിടെ കൊളംബിയയിൽ ബൈക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കും ആളുകൾ. എവിടെ നോക്കിയാലും ബൈക്കാണ്. കാണുന്ന ബിൽഡിംഗ് ഒക്കെ
ഞാൻ പറഞ്ഞില്ലേ സ്പാനിഷ് പോലെ അല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പം ഇവിടെ സ്പാനിഷ് കോളനി ആയിരുന്നെങ്കിലും പിന്നീട് ഒരു കാലത്ത് ഇവരിവിടെ റൈറ്റ് ഉണ്ടായി, അതായത് കലാപങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്പാനിഷ് ബിൽഡിങ്ങുകളെല്ലാം അടിച്ച് നശിപ്പിച്ചു. വളരെ കുറച്ച് അങ്ങനത്തെ ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് അവർ മോഡേൺ ആയിട്ടുള്ള ഈ ഒരു സിറ്റി പെട്ടെന്നായിട്ട് വളർന്നതാണ്. അപ്പോൾ വളർന്നപ്പോൾ തന്നെ അവർ മോഡേൺ ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾ 1900-ന് ശേഷം അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ അവർ ബിൽഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ഉള്ള ബിൽഡിങ്ങുകളും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്ന വേറൊരു രീതിയില്ല കേട്ടോ. കണ്ടോ, ഇതൊരു ബ്രിട്ടീഷ് ആണോ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ശൈലിയല്ല, ഒരു വേറൊരു മോഡേൺ 20-ാം നൂറ്റാണ്ടിലെ ശൈലിയാണ് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം. കണ്ടില്ലേ, ഇവിടെ ഉള്ള വീടുകളാവട്ടെ കടകളാവട്ടെ എല്ലായിടത്തും ഭയങ്കര ഫെൻസിങ് ആണ് കേട്ടോ. ഭയങ്കര സുരക്ഷിതയോടെയാണ് ഇവിടെ ഉള്ള എല്ലാ സ്ഥലങ്ങളും. അരക്ഷിതാവസ്ഥ, അതായത് അൺസേഫ്റ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ധാരാളം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതുപോലുള്ള സംഭവങ്ങൾ. ഈ കാണുന്നുണ്ടോ പട്ടിയുടെ ഒരു, എൻ്റെ അമ്മോ എത്ര പേരാ പട്ടികളെ കൊണ്ടുപോകുന്നതെന്ന് നോക്കിയേ. ഇവരെല്ലാം ഓരോ വീട്ടിലെ പട്ടികളെ കൊണ്ടുപോയി കറക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാനിനി നമ്മുടെ എംബസിയിലോട്ട് നടന്നു പോവുക. എൻ്റെ രണ്ടാമത്തെ എംബസി ഉറുഗ്വേ എംബസി, എക്വഡോർ. അപ്പോൾ അവർ പറഞ്ഞു ഓൺലൈനിൽ പറഞ്ഞു അല്ല, അവരെന്തോ ഒരു സാധനം തന്നിട്ട് പറഞ്ഞു ഇതിൽ കയറി ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ. ഞാൻ ഈ സംഭവം ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്തിട്ടൊന്നും ഒന്നും നടക്കുന്നില്ല. അങ്ങനെയാണ് എംബസി വാലാഗോല കയറി ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എംബസി ഉറുഗ്വായ്. ഞാൻ നോക്കിക്കേ, നമ്മുടെ സ്പെയിനും ഉറുഗ്വായ് എംബസി എല്ലാം ഇവിടെയാണല്ലോ. ഇവിടെയാണ് നമ്മുടെ നെക്സ്റ്റ് സ്ഥലം. ഓക്കെ, ഗ്രാസിയാസ്. ഇതിൻ്റെ അകത്ത് കയറിപ്പെടാൻ തന്നെ ഭയങ്കര പ്രൊസീജിയറാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോയിൻമെൻറ്റ് ഓൾറെഡി ഒരാഴ്ചയ്ക്ക് മുന്നേ ഉണ്ടായിരുന്നതാണ്, ഞാൻ എത്തിയില്ല, അതുകൊണ്ട് മാറ്റി. പിന്നെ ഇന്നലെ എൻ്റെ ബസ് ലേറ്റായി, അങ്ങനെ അത് പോയി. പിന്നെ ഇന്ന് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തത് നമ്മുടെ എൽസാൽവഡോറിലെ ഉറുഗ്വായ് എംബസിയിലെ ഒരു അംബാസഡറാണ്. പുള്ളിക്കാർ നല്ലൊരു സ്ത്രീ ആയിരുന്നു കേട്ടോ. അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് ലാസ്റ്റ് എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് ഉറുഗ്വായുടെ വിസ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഉറുഗ്വായുടെ വിസ. 180 ദിവസത്തെയാണ്, മൾട്ടിപ്പിൾ എൻട്രി ആണ്. അതിൽ ട്രാവൽ ചെയ്യാനുള്ളത് 1 മാസം എന്തേ ഉള്ളൂ കേട്ടോ. ഫൈനലി ഉറുഗ്വായുടെ വിസ. ഇനി എനിക്ക് പറാഗ്വേയുടെ വിസ വേണം, വെനിസുലയുടെ വിസ വേണം, എക്വഡോറിൻ്റെ വിസ വേണം, പിന്നെ സുരിനാമ് വേണ്ട, കുറേ രാജ്യത്തിൻ്റെ വിസ ഇനിയും വേണം കേട്ടോ. അങ്ങനെ ഇന്ന് ഒരു വിസ കിട്ടി. പൊതുവേ ഇവിടെ കാർഡ് എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ടാണ് ആക്കുന്നത് കേട്ടോ. പൊതുവേ കൊളംബിയക്കാർ ചില രാജ്യങ്ങളൊന്നും അങ്ങനെ പൈസ വാങ്ങാറില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ കൊളംബിയയിൽ എല്ലാവരും പൈസ വാങ്ങാറുണ്ട്. ബട്ട് പുറകെ താങ്ക് യു സോ മച്ച്. താങ്ക് യു. പുള്ളിക്കാരൻ്റെ പൈസ വാങ്ങുന്നില്ല കേട്ടോ. പൈസ 100 രൂപയേ ഉള്ളൂ. ബട്ട് എന്നിരുന്നാലും പുള്ളി വാങ്ങുന്നില്ല കേട്ടോ. ഞാൻ എയർപോർട്ടിലുള്ള ബസ്സാണ് എടുത്തത്. ഇനി ഞാൻ നേരെ പോകുന്നത് എയർപോർട്ടിലോട്ടാണ്. നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ബസ് കണക്ഷൻ എല്ലായിടത്തും ഉണ്ട്, കുറേ ബസ്സുകളുണ്ട്. അപ്പം ഏത് സിറ്റിയുടെ ഏത് ഭാഗത്തുനിന്നും നമുക്ക് ബസ് കണക്ട് ചെയ്ത് ഇങ്ങോട്ട് വരാം. മാത്രമല്ല ബൊഗോട്ട എന്ന് പറയുന്നത് വലിയൊരു വിമാനത്താവളമാണ് കേട്ടോ. ലാറ്റിൻ അമേരിക്കയിലെ തന്നെ 3ാമത്തെ വലിയ വിമാനത്താവളമാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ നമ്മുടെ മെക്സിക്കോയിലെ കൺകൂൺ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. കൺകൂൺ ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള യൂറോപ്പിൽ നിന്നൊക്കെ എപ്പോഴും ഫ്ലൈറ്റ് വരുന്ന ഇതാണ്. ബീച്ചിനടുത്ത് കിടക്കുന്ന എയർപോർട്ട്. പിന്നെ ബ്രസീലിലെ എയർപോർട്ട്. പിന്നെ വരുന്നത് ഇവിടുത്തെ എയർപോർട്ടാണെന്ന് തോന്നുന്നു, ഏറ്റവും വലിയ എയർപോർട്ട്. 3ാമതെന്തോ ആണ് കേട്ടോ. പിന്നെ അമേരിക്ക എല്ലാം കൂട്ടുന്നില്ല, കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെ ഒരു 10-15 എയർപോർട്ട് ഏറ്റവും വലിയ എയർപോർട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അറൈവലിൻ്റെ ഭാഗമാണ്. ഞാൻ ഡിപ്പാർച്ചറിൻ്റെ ഭാഗം എവിടെയാണെന്ന് നോക്കട്ടെ. എയർപോർട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ബൊഗോട്ടയിൽ നിന്നും ആക്ച്വലി ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലോട്ടൊക്കെ പോകാൻ അത്യാവശ്യം കുറേ ചീപ്പ് ഫ്ലൈറ്റൊക്കെ കിട്ടും. ഇവിടെ നിന്ന് യൂറോപ്പിലോട്ട്, മാഡ്രിഡിലോട്ട്, സ്പെയിനിലോട്ടൊക്കെ ധാരാളം കുറേ ഫ്ലൈറ്റുകളുണ്ട് കേട്ടോ. അത്യാവശ്യം വില കുറച്ച് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്വഡോറോ അല്ലെങ്കിൽ വെനിസുലയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഫ്ലൈറ്റ് ചാർജ് ഭയങ്കര എക്സ്പെൻസീവാണ്. അതേസമയം കൊളംബിയയിൽ നിന്ന് ഫ്ലൈ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ കൊളംബിയയിലോട്ട് വരാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ചീപ്പാണ് കേട്ടോ. ഭയങ്കര ചീപ്പെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. ആണെങ്കിൽ ഭയങ്കര വിശപ്പ്. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കിയാൽ തിരക്ക് നോക്കിക്കേ എൻ്റെ അമ്മ. സാധാരണ എനിക്ക് ഇന്ത്യൻ എമിഗ്രേഷനിലാണ് പ്രോബ്ലം ഉണ്ടാവുന്നത്. ഇതിപ്പോൾ കൊളംബിയയിലെ എമിഗ്രേഷനിൽ പ്രോബ്ലം പഠിച്ചാൽ പിടിച്ചു നിർത്തിയിരിക്കുക. എൻ്റെ US വിസ ചെക്ക് ചെയ്യുവാണ് കേട്ടോ. കണ്ടില്ലേ, നോക്കിയിട്ട് അവർക്ക് ഡൗട്ട് തീരുന്നില്ല കേട്ടോ എൻ്റെ വിസ കണ്ടിട്ട്. ഇവിടെ തെറ്റല്ല, ധാരാളം ഇന്ത്യയിൽ നിന്ന് ആളുകൾ
ഫേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ വിസയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ, ഫേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ. അതുകൊണ്ടാണ് യൂറോപ്പിൽ ഞാൻ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴും ചില രാജ്യത്തൊക്കെ അവർ ഇതൊക്കെ വെച്ച് പരിശോധിക്കും കേട്ടോ, എൻ്റെ വിസ സത്യത്തിൽ ഒറിജിനലാണോ എന്ന്. സെക്യൂരിറ്റീസ് ഒക്കെ കഴിഞ്ഞു. യെസ്, ഇനി കാണുന്നത് നമ്മുടെ ടാക്സ് ഫ്രീ കടകളും ഷോപ്പുകളൊക്കെയാണ്. ഞാൻ ഇതിനു മുന്നേ തന്നെ ഭക്ഷണം ഓൾറെഡി കഴിച്ചായിരുന്നു കേട്ടോ, വയറ് നിറഞ്ഞു. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിയത് നോക്കി അവിടെ പോയി വാങ്ങിച്ച് കഴിച്ചു. ഇവിടെ കുറേ മദ്യങ്ങളും ലിക്കറും ഒക്കെയാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി കുറച്ച് സുവനീർ വാങ്ങണമെന്നുണ്ടായിരുന്നു പനാമയിൽ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ, ബട്ട് സമയം കിട്ടിയില്ല. ഇനി എയർപോർട്ടിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ ഗസ് ചെയ്തോ ഞാനിവിടെ നിന്ന് പറന്നു പോകുന്നത് എങ്ങോട്ടാണെന്ന്? അയ്യോ, ഇവിടെ കാണാനില്ല. ആ കാണുന്ന നമ്മുടെ പനാമ, CDE പനാമ, സിറ്റി ഓഫ് പനാമ, സിറ്റി ഓഫ് പനാമയിലോട്ടാണ് കേട്ടോ പോകുന്നത്. പനാമയുടെ ക്യാപിറ്റൽ തലസ്ഥാനമായിട്ടുള്ള പനാമ സിറ്റിയിലോട്ടാണ് ഞാൻ ഫ്ലൈ ചെയ്ത് പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ പറയാം. ഞാൻ പനാമയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, അപ്പോൾ പോകുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫ്ലൈറ്റ് ഓൾറെഡി ബോർഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഫ്ലൈറ്റ് 1/4 മണിക്കൂർ ലേറ്റായി കേട്ടോ. ഇനി നമ്മൾ നേരെ ബസ്സിൽ കയറി ഫ്ലൈറ്റിലോട്ട് പോവാം. നമ്മുടെ 1919 സ്ഥാപിതമായിട്ടുള്ള അവിയാൻക എന്ന് പറയുന്ന കൊളംബിയയുടെ, അതായത് പ്രധാനമായിട്ടും ഇവരുടെ പ്രധാന ഹബ്ബ് എന്ന് പറയുന്നത് ബൊഗോട്ടയാണ്. അവരുടെ വിമാനത്തിലാണ് കേട്ടോ ഞാൻ ഇന്ന് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. അവിയാൻക എന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു എയർലൈനാണ് കേട്ടോ അവിയാൻക എന്ന് പറയുന്നത്. 20 കേട്ടോ എൻ്റെ സീറ്റ്. കാണുന്നത് 20 സീറ്റ്, സൈഡ് സീറ്റല്ല. ഈ ഫ്ലൈറ്റിന് ബൊഗോട്ടയിൽ നിന്ന് സാധാരണ പനാമയിൽ പോകുന്നതിന് 6000 രൂപയ്ക്ക് 5000 രൂപയ്ക്കൊക്കെ ഫ്ലൈറ്റ് കിട്ടും കേട്ടോ. പക്ഷേ ഇന്നലെയാണ് ബുക്ക് ചെയ്തത്, ഒരു ദിവസത്തിന് മുന്നേ. അതുകൊണ്ട് ഏകദേശം 17,000 രൂപ എന്തോ ആയി. പക്ഷേ ഞാനല്ല ഇത് ഫ്ലൈറ്റ് പേ ചെയ്തത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പോകുന്നത് എന്തിനാണെന്ന് പറയാം, അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണ് ഫ്ലൈറ്റിന് പേ ചെയ്തതെന്ന്. അതുകൊണ്ട് sí, lo sé, en India. Hindú. Sí, soy de la India. Así tiene pinta. Sur de la India. Sí. Tiene pinta. Pinta. No entiendo. എന്തൊക്കെ പറയുന്നു, കുറേയൊക്കെ മനസ്സിലാകുന്നുണ്ട്, കുറേയൊക്കെ മനസ്സിലാവുന്നില്ല. ഫ്ലൈറ്റ് ലേറ്റ് കേട്ടോ, അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. കാരണം എനിക്ക് അവിടെ പോയിട്ട് ഞാൻ പ്രധാനമായിട്ടും പോകുന്നതിൻ്റെ കാരണം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാണ്. അതിനുപരി എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണണം. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ അർജൻറ്റീനൻ ഫ്രണ്ട്സ്, ഞാൻ പണ്ട് എൻ്റെ നാട്ടിൽ ഹോസ്റ്റ് ചെയ്തവരാണ്. അപ്പോൾ അവർ പനാമയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാനും കൂടെയാണ് ഞാൻ പോകുന്നത്. പാകട്ടോ, പുള്ളി എനിക്ക് സൈഡ് സീറ്റ് തന്നു, വിൻഡോ സീറ്റ് തന്നു. സോറി, സൈഡല്ല, വിൻഡോ സീറ്റ് എന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മൾ ദാരിയാൻ്റെ മുകളിലൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എനിക്ക് ദാരിയാൻ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം, വിൻഡോ സീറ്റിലിരുന്നിട്ട്. ദാരിയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ഫ്ലൈ ചെയ്യാനായിട്ട് ഓരോ വിമാനങ്ങളായിട്ട് ഇങ്ങനെ അണിനിരന്ന് കിടക്കുവാണ് കേട്ടോ. ബൊഗോട്ട ഫുള്ള് ചുറ്റപ്പെട്ട് കിടക്കുന്നത് ഇതുപോലുള്ള മലനിരകളാലാണ്. ഫുള്ള് മലയാണ് കേട്ടോ, മല. ആ കാണുന്ന വേറൊരു വിമാനം അടുത്ത ഫ്ലൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫുള്ള് വിമാനങ്ങളുടെ ഒരു നിരക്ക് കേട്ടോ, ഫുള്ള് കാത്തിരിക്കുന്നുണ്ടോ. ഇവിടെ ആ വിമാനം പറന്നു പോയോ, അതിപ്പം പറക്കും കേട്ടോ. യെസ്, അത് പറന്നു. അങ്ങനെ ബൊഗോട്ട നഗരത്തിൽ നിന്ന് നമ്മുടെ വിമാനം പറന്നുയർന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബൊഗോട്ട നഗരം. വലിപ്പമുള്ള വലിയൊരു നഗരമാണ്. ദാരിയം കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടിയ ദാരിയൻ ഫുള്ള് മേഘം കേട്ടോ. ഒരു ദാരിയം ഗ്യാപ്പും കാണാൻ സാധിക്കുന്നില്ല, ഫുള്ള് മേഘങ്ങൾ മാത്രം. ഫൈനലി ലാൻഡ് ചെയ്തു. നമ്മുടെ പനാമ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്.
പനാമ എയർപോർട്ട് അത്യാവശ്യം ബിസി ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഒരു എയർപോർട്ടാണ് കേട്ടോ. ധാരാളം കണക്ഷൻസ് ഈ ഒരു രാജ്യത്തുനിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ബട്ട് കൊളംബിയയുടെ അത്രയല്ല. ഹമ്പിൾ എല്ലാം കഴിഞ്ഞു. ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ എയർപോർട്ടിൽ. ഞാൻ പെട്ടെന്ന് ഓടി വന്നുകൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ എമിഗ്രേഷനിൽ സ്റ്റക്കാവും. ബട്ട് എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല എത്ര ദിവസം ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു 3 ദിവസം എന്ന് പറഞ്ഞു. എവിടെ സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഏതോ ഒരു പേര് പറഞ്ഞു. അതിലൊന്ന് ഹോസ്റ്റൽ പനാമയോ എന്തോന്ന് പറഞ്ഞു. പിന്നെ അതിന് വേറെ ഒന്നുമില്ല കേട്ടോ. റിട്ടേൺ ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. പൊതുവേ അവർ ചില സമയത്ത് റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും. റിട്ടേൺ ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല, കുഴപ്പമില്ല. എയർപോർട്ടിൽ നിന്ന് തന്നെ മെട്രോ കണക്ഷൻ ഉണ്ട് കേട്ടോ. ടെർമിനൽ 2 നിന്ന് ഷട്ടിൽ ബസ് കയറിയിട്ട് ഇവിടെ വന്ന് നമുക്ക് മെട്രോ എടുത്തുകൊണ്ട് പോവാം. പുണ്ടാതെ ഇൻഫർമേഷൻ. ഗ്രാസിയാസ്. ഞാനങ്ങനെ ഇവിടെ വന്നിട്ട് മെട്രോ കാർഡ് വാങ്ങിച്ചു. ഞാൻ നമ്മുടെ മെട്രോയിൽ കയറിയിരിക്കുകയാണ്. ഇതിനിടയിൽ എനിക്ക് കിട്ടിയ ഒരു പണി ഞാൻ കാണിച്ചു തരാം. എൻ്റെ പാസ്പോർട്ടിൻ്റെ പേജ് ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. ഇതാ ഇവിടെ ആകെ ഒരു പേജ് ഉണ്ട്. പക്ഷേ ഇവിടെ എംബസിയുടെ പാസ്പോർട്ട് സീല് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ സ്റ്റാമ്പ് പാസ്പോർട്ട് ഇതടിക്കാൻ പറ്റില്ല. അതാ ആകെതാ ഇവിടെ ഇത് ബോർഡിംഗ് പാസ്സാ. ഇവിടെയും പേജില്ല. ഓൾമോസ്റ്റ് എല്ലാ പേജും തീർന്നു കേട്ടോ. ആകെയുള്ള പേജ് ഒറ്റ പേജ് ഇതല്ല. ഇത് ഉറുഗ്വേയുടെ വിസ ഇന്ന് കിട്ടിയത്. അയ്യോ, ഒരു പേജും ബാക്കിയില്ല കേട്ടോ. കാരണം ചില രാജ്യങ്ങൾക്ക് വിസ അടിക്കണമെങ്കിൽ അവർ ഇവിടെയും കാലിയായിട്ടുള്ള 2 പേജ് വേണം കേട്ടോ. എന്നാലേ അവർ വിസ അടിച്ചു തരുള്ളൂ. ചില രാജ്യങ്ങൾ ഇവിടെ കാലി ഇല്ലെങ്കിലും ചിലപ്പോൾ ഇവിടെ അടിച്ചു തരും. സ്റ്റാമ്പൊക്കെ ആണെങ്കിൽ എവിടെ വേണോ അടിക്കാം. ഏത് മുക്കിലും മൂലയാണോ അവർ അടിച്ചു തരും കേട്ടോ. ബട്ട് ഇതുപോലത്തെ സ്റ്റിക്കർ വിസകൾ അടിക്കാൻ പാടാം. വൈകുന്നേരത്തെ മെട്രോ തിരക്കൊക്കെ എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് പോകുന്ന തിരക്കാണ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പുതിയൊരു കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരി എന്നെ ഹെൽപ്പ് ചെയ്ത് ഡയറക്ഷൻ പറഞ്ഞു തരുവാണ്. എനിക്കറിയാം, എന്നാലും പിന്നെ എനിക്ക് വഴിയിൽ നിന്ന് വെച്ച് കിട്ടിയ കമ്പനിയാണ്. നമ്മുടെ സർക്കിൾ കണ്ടു. Very well, very well. Mario! Hey, long time. How are you? Good. Finally, I'm so happy. Yeah. ഇവിടെ മറിയലും ഒലിവലും പ്രൊവൈസോ ബ്രോ പ്രൊവൈസോ ഗൈസ്. After a long time, how are you? Desde Kerala hasta Panamá. What is that? From Kerala to Panama. Oh, Kerala. Okay. From Kerala to Panama. Yeah, exactly. After long. Have you seen this? Yeah, of course. We know this. Very nice t-shirt. And the Kerala's t-shirt. Yeah, I remember still, the time you guys did the coconut, in my mom's kitchen. എൻ്റെ വീട്ടിലാന്ന് വന്നിട്ട് ഇവർ കോക്കനട്ട് നമ്മുടെ ഗ്രൈൻഡ് ചെയ്യുന്ന അടുക്കളയിലൊക്കെ ഇരുന്നില്ല, അതൊക്കെ ട്രൈ ചെയ്തു. കുറേ നാൾക്ക് ശേഷം കാണുവാണ് കേട്ടോ. ഭയങ്കര സന്തോഷം. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവര് മലയാളമൊക്കെ ഓർമ്മയുണ്ട്. Tell me about the Malayalam words which you remember still. Sugamano. സുഖമാണോ? And Nande. Nanni. അടിപൊളി. Still after 4 years. അടിപൊളി. Ariboli. Sí. How many years it's been? 4 years. 4 years. 4 years. You still remember after 4 years? Yeah, of course. Good teacher. Good teacher. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത 4 വർഷത്തിന് ശേഷം ഓർമ്മയുണ്ട്. ഇനി ഫുഡ് കഴിക്കട്ടെ. ഇവിടെ നമ്മുടെ അടുത്ത ആരാന്ന് നോക്കി വരുന്നത്. Hola. Bienvenido. ¿Cómo estás? നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഈ കാണുന്ന ഏരിയ എല്ലാം ക്ലബിൻ്റെ ഏരിയകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു എന്താ പറയുക, ചുമന്ന തെരുവുകളാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഏരിയകളാണ് കേട്ടോ. ഈ കാണുന്ന ഏരിയ കണ്ടില്ലേ, ആ കാണുന്ന ജോക്കർ എന്ന് പറയുന്നത് ഇതുപോലുള്ള കുറേ കളറുള്ള എല്ലാം ഇവിടുത്തെ കുറേ ബാറും ക്ലബും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിവിടെ നമ്മുടെ ഡൗൺ ടൗൺ ഏരിയകളാണ് ഈ കാണുന്നതെല്ലാം. അങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, അവരോട് ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. അവസാനം ഞാൻ ഇനി ബസ് കയറി, മെട്രോ കയറി ബസ് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ നിന്ന് ഇനി ബസ് വല്ലതും തപ്പി പിടിച്ചിട്ട് വേണം ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകാൻ. ഞാനങ്ങനെ നമ്മുടെ അൽബ്രോക്ക് മോളിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പല സ്ഥലങ്ങളിലോട്ടും പോകാനായിട്ടുള്ള ബസ്സുകൾ കിട്ടുന്ന സ്ഥലം. ഇതാണ്ടോ, ഞാൻ വഴിയിൽ നിന്ന് അടുത്ത പുതിയ സുഹൃത്തിനെ കണ്ടുപിടിച്ചു. അവരുടെ കൂടെ എങ്ങോട്ടോ പോവാണ്. എനിക്ക് പോവേണ്ട വഴി ഇവിടെ എല്ലാം ഫില്ലാണല്ലോ. അങ്ങനെ ഞാൻ വഴിയിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു കേട്ടോ. ഇതിനിടയിൽ എനിക്ക് പോവേണ്ട സ്ഥലത്ത് ബസ്സൊന്നുമില്ല. ഞാൻ നമ്മുടെ മൈറയില്ലേ, ഞാൻ അന്ന് പോയപ്പോൾ മൈറ ഇങ്ങനെ മെസ്സേജ്, മൈറ ഞാൻ അങ്ങോട്ട്
അതിൻ്റെ ഇടയിൽ എനിക്കൊരു ലോക്കൽ ഫ്രണ്ടിന് കിട്ടി. ഗമാറയാണ് കേട്ടോ. അപ്പം ഗമാറ ഇതിനിടയിൽ മയറയുടെ അടുത്ത് ഇങ്ങനെ വാട്സപ്പിൽ ചാറ്റിക്കൊണ്ടിരുന്നു എൻ്റെ ഫോണിൽ. അതായത് ഇവൻ വരുവാണ്, ഇവൻ എവിടെ ആക്കണം. അപ്പം മയറ ഇങ്ങനെ ഇവളടുത്ത് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, അവൻ എവിടെ പോയാലും അവൻ്റെ കൂടെ ഒരു ഏഞ്ചൽ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് അവൻ എപ്പോഴും സുരക്ഷിതനായിരിക്കും. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ പൊന്നെ ഞാൻ തളർന്നോട്ടോ, എനിക്ക് വയ്യ, ഉറക്കം വയ്യ. പാവം എൻ്റെ സമയം കേട്ടോ. അങ്ങോട്ട് പോകാൻ എനിക്ക് വണ്ടിയില്ല, ഒന്നുമില്ല. എൻ്റെ റോഡിൻ്റെ നടുക്കൂടെയാണ് നടക്കുന്നത്. വണ്ടിയില്ല, വള്ളമില്ല, ഒന്നുമില്ല. ആ സമയത്ത് ഞാൻ ഈ ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. ആ പെൺകുട്ടി പോകുന്ന സെയിം സ്ഥലത്താണ് എനിക്ക് പോകേണ്ടത്. എനിക്ക് പോകേണ്ട സ്ഥലത്ത് ഈ ബസ്സുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എങ്ങനെ പോകുമെന്ന് നോക്കുമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും എനിക്ക് എത്തേണ്ട സ്ഥലമെത്തി. അത് തന്നെയാണ് സംഭവം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് തന്നെയാണ് സംഭവം. സന്തിലാന, ഞാൻ ഇവിടെയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ഏരിയയിലോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മയറയുടെ സ്ഥലം. ഞാൻ ഉദ്ദേശിച്ച ആക്ച്വലി എന്താണെന്നോ, അതായത് ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ഇപ്പുറത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പുറത്തൊരു വേറെ മാമനുണ്ടായിരുന്നു. അപ്പം മാമൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇൻ്റർനെറ്റ് ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ ഉടനെ പുള്ളിക്കാരെ ഫോൺ എടുത്ത് ആ സമയത്തിനുള്ളിൽ ഫോൺ എടുത്ത് ചെവി വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർനെറ്റ് ചോദിക്കാനായിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയത്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. അപ്പോൾ അതാണ് എൻ്റെ സമയം കേട്ടോ. ആ പുള്ളി ഫോൺ എടുത്ത് അപ്പം വെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ച് പുള്ളിയുടെ അടുത്ത് കമ്പനിയായി ചിലപ്പോൾ ഒന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടി നെറ്റ് പുള്ളിയുടെ നിന്ന് വാങ്ങിച്ചേരാം. എന്നാൽ ഞാൻ ഇവിടെ വരാൻ പറ്റൂലായിരുന്നു ഈ സമയത്തിനുള്ളിൽ കേട്ടോ. ഇപ്പം എന്തായാലും വീട്ടിലോട്ട് പോട്ടെ. അവിടെ അവരൊക്കെ ഉറങ്ങി. പക്ഷേ എനിക്ക് വേണ്ടി ഡോറൊക്കെ തുറന്നിട്ടൊക്കെയാണ് എനിക്കിപ്പോൾ റൂമിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. യെസ്, അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് ഞാൻ വന്നു. ഇതാണ് വീടെന്നാണ് തോന്നുന്നത്. യെസ്.